നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെർച്ച് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള PSC ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ, നൃത്തരൂപങ്ങൾ, ദ്വീപുകൾ, കടപ്പുറങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഭാഗം. മുൻവർഷ ചോദ്യപേപ്പറുകളിൽ ചുരങ്ങൾ, നൃത്തങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ മാർക്കും നമ്മുടെ റാങ്കിനെ ഡിസൈഡ് ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. 1 മാർക്ക് പോലും കളയാതെ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ: പേരമ്പാടി ചുരം കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. പെരിയ ചുരം മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. ദെൻ പാൽ ചുരം വയനാട് ജില്ലയെ കണ്ണൂർ ജില്ലയുമായി ബന്ധിപ്പിക്കുന്നു. പാൽ ചുരം വയനാട് ജില്ലയെ കണ്ണൂർ ജില്ലയുമായി ബന്ധിപ്പിക്കുന്നു. ദെൻ താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്നു. ദെൻ പാലക്കാട് ചുരം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. കർക്കൂർ ചുരം കേരളത്തെ നീലഗിരി ജില്ലയുമായി ബന്ധിപ്പിക്കുന്നതാണ് കർക്കൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. കമ്പം ചുരം തൊടുപുഴയെ തേനിയുമായി ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവ് ചുരം പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. ഒരു PYQ ആണ് ഈ ആര്യങ്കാവ് ചുരം. മുൻവർഷ ചോദ്യപേപ്പറുകളിലെ ഒരു സ്ഥിരം അംഗമാണ് ഈ ആര്യങ്കാവ് ചുരം. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം. ദെൻ ചുരങ്ങൾ അത്രയാണ്. ദെൻ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളും നോക്കാം. നൃത്തരൂപങ്ങളും അവർ പ്രചാരത്തിലുള്ള ജില്ലയും നമുക്ക് നോക്കാം. ആദ്യത്തേത് പടയണിയാണ്. പടയണി പ്രചാരത്തിലുള്ള ജില്ല പത്തനംതിട്ട ജില്ലയാണ്. വേലകളി ആലപ്പുഴ ജില്ലയിലും, അർജുന നൃത്തം കോട്ടയം ജില്ലയിലും, പുലികളി തൃശ്ശൂർ ജില്ലയിലും, കുമ്മാട്ടികളിയും പുലികളിയും തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. അതുപോലെ തന്നെ കന്യാർകളി, മീനാക്ഷി കല്യാണം എന്നിവ പാലക്കാട് ജില്ലയിലെ കലാരൂപങ്ങളാണ്. ഗദ്ദിക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗദ്ദിക വയനാട് ജില്ലയിലെ ഒരു കലാരൂപമാണ്. തെയ്യം കണ്ണൂർ ജില്ലയിലെ. അതുപോലെ തന്നെ യക്ഷഗാനം, ഗദ്ദിക പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് യക്ഷഗാനം കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ്. ഗദ്ദിക വയനാട്ടിലെയും യക്ഷഗാനം കാസർഗോഡ് ജില്ലയിലെയും, അതുപോലെ തന്നെ മീനാക്ഷി കല്യാണം പാലക്കാട് ജില്ലയിലെയും, പടയണി പത്തനംതിട്ട ജില്ലയിലെയും, വേലക്കളി ആലപ്പുഴ ജില്ലയിലെയും, അർജുന നൃത്തം കോട്ടയം ജില്ലയിലെയും പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. ദെൻ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ നോക്കാം. പാതിരാമണൽ ദ്വീപ് ആലപ്പുഴ ജില്ല, കാക്കത്തുരുത്ത് ദ്വീപ് ആലപ്പുഴ ജില്ല. അതുപോലെ തന്നെ വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, വെല്ലിംഗ്ടൺ, ഗുണ്ടു, ബോൾഗാട്ടി തുടങ്ങിയവ എറണാകുളം ജില്ലയിലെ ദ്വീപുകളാണ്. കുറുവ ദ്വീപ് വയനാട് ജില്ലയിലെയും, ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലെയുമാണ്. ദ്വീപുകളിലെ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, വെല്ലിംഗ്ടൺ, ഗുണ്ടു, ബോൾഗാട്ടി തുടങ്ങിയവ എറണാകുളം ജില്ലയിലാണ്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്, അത് എറണാകുളം ജില്ലയിലാണ്. പാതിരാമണൽ, കാക്കത്തുരുത്ത് തുടങ്ങിയവ ആലപ്പുഴ ജില്ലയിലും, കുറുവ ദ്വീപ് വയനാട് ജില്ലയിലും, ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലുമാണ്. ദെൻ ഇത്രയാണ് ദ്വീപുകൾ. നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കടപ്പുറങ്ങൾ നോക്കാം. ഹൗവ ബീച്ച്, കാപ്പിൽ ബീച്ച്, വർക്കല ബീച്ച്, അതുപോലെ തന്നെ കോവളം ബീച്ച്, ശംഖുമുഖം ബീച്ച് തുടങ്ങിയവയെല്ലാം തൃശ്ശൂർ ജില്ലയിലെ കടപ്പുറങ്ങളാണ്. തിരുമുല്ലവാരം കൊല്ലം ജില്ലയിലും, തുമ്പോളി, തൈക്കൽ, പുറക്കാട് തുടങ്ങിയവ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറങ്ങളാണ്. ചിറായി, മുനമ്പം തുടങ്ങിയവ എറണാകുളം ജില്ലയിലെ കടപ്പുറങ്ങളാണ്. മുനമ്പം ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്നുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മുനമ്പം എറണാകുളം ജില്ലയിലെ കടപ്പുറമാണ്. ദെൻ അഴീക്കൽ തൃശ്ശൂർ ജില്ലയിലും, പടിഞ്ഞാറേക്കര മലപ്പുറം ജില്ലയിലുമാണ്. കാപ്പാട്, മാറാട് തുടങ്ങിയവ കോഴിക്കോട് ജില്ലയിലെ കടപ്പുറങ്ങളാണ്. കാപ്പാട് നമുക്കറിയാവുന്നതാണ്. പോർച്ചുഗീസുകാരെ ആദ്യമായിട്ട് കപ്പലിറങ്ങിയ, നമ്മുടെ വാസ്കോ ഡി ഗാമ ആദ്യമായി കപ്പലിറങ്ങിയ സ്ഥലമാണ് കാപ്പാട്, കോഴിക്കോട് ജില്ലയിലാണ്. മുഴുപ്പിലങ്ങാട് കണ്ണൂർ ജില്ലയിലും, പയ്യാമ്പലം കണ്ണൂർ ജില്ലയിലാണ്. കണ്ണുതീർത്ഥം കാസർഗോഡ് ജില്ലയിലാണ്. അതിൽ മുഴുപ്പിലങ്ങാടും കാപ്പാടും ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ നോക്കാം. മങ്കയം, കാളക്കയം, മീൻമുട്ടി, വാഴ്വാന്തോൾ, കൊമ്പൈക്കാണി തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് മങ്കയം, കാളക്കയം, മീൻമുട്ടി, വാഴ്വാന്തോൾ, കൊമ്പൈക്കാണി തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ.
കേരളത്തിലെ പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്. പാലരുവി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലാണ്. പാലരുവിയും പെരുന്തേനരുവിയും മുൻവർഷ ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒന്നാണ്. പാലരുവി കൊല്ലം ജില്ലയിലും പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലുമാണ്. ദെൻ അരുവിക്കുഴി കോട്ടയം ജില്ലയിലും ചീയപ്പാറ, തൊമ്മൻകുത്ത്, കീഴാർകുത്ത്, അതുപോലെ തന്നെ തേന്മാരിക്കുത്ത്, തൂവാനം, വാളറ, ലക്കം, ചിന്നക്കനാൽ, പെരിയക്കനാൽ, ആറ്റുകാട്, അഞ്ചുരുളി, ന്യായംകാട്, വളഞ്ചക്കാനം തുടങ്ങിയവ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. ഇതൊക്കെയാണ് ചീയപ്പാറ, തൊമ്മൻകുത്ത്, കീഴാർകൂത്ത്, തേന്മാരിക്കൂത്ത്, തൂവാനം, വാളറ, ലക്കം, ചിന്നക്കനാൽ, പെരിയക്കനാൽ, ആറ്റുകാട്, അഞ്ചുരുളി, ന്യായംകാട്, വളഞ്ചക്കാനം തുടങ്ങിയവ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. ദെൻ മൂലംകുഴി എറണാകുളം ജില്ലയിലും ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ തുടങ്ങിയവ തൃശ്ശൂർ ജില്ലയിലുമാണ്. പെരിങ്ങൽകുത്ത് തൃശ്ശൂരിലും കീഴാർകൂത്ത്, തേന്മാരിക്കൂത്ത്, തൊമ്മൻകുത്ത് തുടങ്ങിയവ ഇടുക്കി ജില്ലയിലുമാണ്. ദെൻ ആഢ്യൻപാറ മലപ്പുറം ജില്ലയിലും ധോണി, സീതാർകുണ്ട്, പാത്രക്കടവ്, മീൻവല്ലം തുടങ്ങിയവ പാലക്കാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണ്. തുഷാരഗിരി മുൻവർഷ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണ്. കാന്തൻപാറ, സൂചിപ്പാറ, ചെതലയം, മീൻമുട്ടി തുടങ്ങിയവ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. ദെൻ അളകാപുരി കണ്ണൂർ ജില്ലയിലെ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ, കടപ്പുറങ്ങൾ, അതുപോലെ തന്നെ ദ്വീപുകൾ, നൃത്തരൂപങ്ങൾ, കേരളത്തിലെ പ്രധാന ചുരങ്ങൾ എന്നിവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട 2 മാർക്കോളം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. നെഗറ്റീവുകളൊന്നും ഇല്ലാതെ പരീക്ഷ എഴുതി പഠിക്കുക. മോക്ക് ടെസ്റ്റുകൾ പരമാവധി ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.